നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. അഴിമതി രാജ്യത്തെ കാർന്നു തിന്നുന്ന ചിതലാണ്, അത് താൻ അവസാനിപ്പിക്കും എന്ന്. മോദി വിരോധികൾ പോലും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്ന ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അഴിമതിക്കൊപ്പം നിൽക്കില്ല, അഴിമതി വെച്ച് പൊറുപ്പിക്കില്ല എന്നത്. മേയർ രാജേഷ് അദ്ദേഹവും അതേ പാതയാണ് പിന്തുടരുന്നത്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെ ജീവനക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹം ഒരു യോഗം സംഘടിപ്പിച്ചു. CPM-ൽ വിശ്വസിക്കുന്ന പലരും, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന പലരും, അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ ആദർശങ്ങളുള്ള പല ജീവനക്കാർ അവിടെ മേയർക്ക് മുന്നിൽ മീറ്റിങ്ങിനായിട്ട് എത്തി. അതിൽ ചിലരെയൊക്കെ, ഒന്ന് രണ്ട് സഖാക്കന്മാരെ ഞാൻ കണ്ടു, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന 2-3 പേരെ കണ്ടു. അതിൽ ചിലരൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മേയറോടുള്ള ആരാധനയാണ് എന്നെനിക്ക് തോന്നി. ഇത് വെറുമൊരു തള്ളല്ല, വെറുമൊരു അവകാശവാദമല്ല, അത്രമാത്രം ശക്തമായ ഒരു ഇൻഫ്ലുവൻസ് വാക്കുകളിലൂടെ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ ജീവനക്കാർക്ക് മുന്നിൽ നിറച്ചു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുണ്ടായാൽ അവരെ വെച്ചു വാഴിക്കില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, താനൊരു സാധാരണക്കാരനായി പുറത്തു നിന്നപ്പോൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ ചൂണ്ടിക്കാട്ടി നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആകാൻ പാടില്ല എന്ന ഒരു തിരുത്തലിലൂടെ വളരെ കൃത്യമായ ഒരു പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുകയായിരുന്നു മേയർ. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ജീവനക്കാരുടെ ജോലി സമയം. രാവിലെ ഒപ്പിട്ട ശേഷം കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒന്നും പോകാൻ പറ്റില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് പണം സമ്പാദിക്കാനുള്ള കറവ പശു അല്ല കോർപ്പറേഷൻ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയായിരുന്നു. അഴിമതി നടത്താൻ അനുവദിക്കില്ല, ജനങ്ങളോട് മാന്യമായി പെരുമാറണം. ഫോർട്ട് സോണൽ ഓഫീസിൽ ശുചിമുറി സൗകര്യം കുറവാണ് എന്ന് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ പരാതിപ്പെട്ടു. മറ്റ് സോണൽ ഓഫീസുകളിൽ ഒഴിവുണ്ടായിരുന്നിട്ടും വെഞ്ഞാറമൂട് താമസിക്കുന്ന തനിക്ക് വിഴിഞ്ഞത്ത് പോസ്റ്റിംഗ് നൽകിയത് പ്രതിപക്ഷ സംഘടനാ നേതാവായതുകൊണ്ട് ആണ് എന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പരാതി വന്നു. ഇതെല്ലാം അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി, ആർക്കും ഒരു പരിഭവവും ഇല്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തത്. രാഷ്ട്രീയ രംഗത്ത് എത്തുന്നതിന് മുൻപ് തനിക്കുണ്ടായ ഒരു അനുഭവം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കോർപ്പറേഷന് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടൊരു ആവശ്യത്തിന് എത്തിയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നാണ് മേയർ പറയുന്നത്. പിന്നെ പലപ്പോഴായി കോർപ്പറേഷനിൽ കയറി ഇറങ്ങിയിട്ടും കാര്യം നടന്നില്ല എന്നും, നാളുകൾക്ക് ശേഷം ഇതേ കാര്യത്തിന് തൻ്റെ സുഹൃത്തിൽ നിന്നും ഈ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വീണ്ടും ആവശ്യപ്പെട്ടതായിട്ട് മനസ്സിലാക്കിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പല ആവശ്യങ്ങൾക്കായി കോർപ്പറേഷനിൽ എത്തുന്ന ആളുകളോട് സൗമ്യമായി പെരുമാറണം. പ്രവൃത്തി ദിനങ്ങളിൽ ജീവനക്കാർ സമയം കൃത്യമായി പാലിക്കണം. ജോലി സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല. അനാവശ്യമായി ഫയലുകൾ താമസിപ്പിക്കുന്നതും തടയിടുമെന്നും, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പരിപാടികൾക്കായി നഗരത്തിൽ സ്ഥാപിക്കുന്ന ഫ്ലക്സുകൾ പരിപാടി കഴിയുമ്പോൾ എടുത്തു മാറ്റണമെന്നുമൊക്കെ അദ്ദേഹം വളരെ ശക്തമായി ആവശ്യപ്പെട്ടു. നഗരത്തിൻ്റെ ഭംഗി അത് നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു മേയറുടെ മറ്റൊരു വാക്ക്. ഓഫീസുകളിൽ എത്തുന്ന ജനങ്ങളോട് അത് അദ്ദേഹം ഏറ്റവും കൃത്യമായി പറഞ്ഞത് സൗഹാർദ്ദപരമായി പെരുമാറണം. പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നത് എന്ന ബോധമുള്ളിലുണ്ടെങ്കിൽ അവരോട് സൗഹാർദ്ദമായി പെരുമാറാൻ സാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഫയലുകൾ പിടിച്ചുവെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി ഇനി തുടരാൻ ആവില്ല. ഓരോ അപേക്ഷയിലും സമയബന്ധിതമായി തീരുമാനമെടുക്കണം. അനാവശ്യമായി ഫയലുകൾ താമസിപ്പിക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലൊരു മീറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അത് കഴിഞ്ഞ് അവരിൽ ആ കൂട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ 1-2 ജീവനക്കാരോട് സംസാരിച്ചതുമൊക്കെ മനസ്സിലാക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഇതിനു മുൻപുള്ള മേയർ ശരിക്കും പറഞ്ഞാൽ CPM-ന് പോലും വലിയ ഒരു കുളം തോണ്ടിക്കൊടുത്തിട്ടാണ് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. കോർപ്പറേഷൻ മേയർ കാണിച്ചു കൂട്ടിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും പരാതികളായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ മേയർ BJP-ക്കൊരു നല്ല പാത അനന്തപുരിയിൽ മാത്രമല്ല കേരളത്തിലും തുറക്കാനുള്ള ആ ഒരു വ്യഗ്രതയിലാണ്. ഒരു ഭരണാധികാരിയെ കണ്ടിട്ടായിരിക്കുമല്ലോ ഒരു പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തോട് കൂടുതൽ ആൾക്കാർക്ക് ഒരു താല്പര്യം വരിക. അങ്ങനെ ഒരു താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നീക്കങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ കോർപ്പറേഷനിലുള്ളിലുള്ള ജീവനക്കാർ തന്നെ പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ മേയർ തിരുവനന്തപുരവും കൊണ്ടുപോകും, മേയറിലൂടെ കേരളവും താമരകൾ കൊണ്ട് നിറയും എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കോർപ്പറേഷൻ ജീവനക്കാരി എന്നോട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.